കർത്താവിൽ പ്രിയരെ, ഈ പുതിയ ദിവസം എല്ലാ നിലകളിലും ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാരംഭമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം പഠിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ പ്രാരംഭ നിമിഷങ്ങൾ ചെലവിടുന്നത് തീർച്ചയായിട്ടും അനുഗ്രഹമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. മുമ്പേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും, അങ്ങനെയാണല്ലോ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുകയും ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുകയും ദൈവത്തോട് ചേർന്ന് നടക്കുകയും ചെയ്തവരാരും ലജ്ജിച്ചു പോകേണ്ട വന്നിട്ടില്ല. പ്രതിസന്ധികളില്ലാതെ വരില്ല. പ്രതിസന്ധികൾ ചിലപ്പോൾ ഒന്നിൻ്റെ പുറകെ ഒന്നായി നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വർദ്ധിച്ചു വന്നിരിക്കും. എങ്കിലും ഏറ്റവും ഒടുവിൽ വിജയം ദൈവത്തിൻ്റെ ജനത്തിന് തന്നെ ആയിരിക്കും, ദൈവത്തിൻ്റെ നാമത്തിന് തന്നെ ആയിരിക്കും. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളെ തുടർധ്യാനത്തിനായി കഴിഞ്ഞ 2 ദിവസമായി പഠിച്ച ആ വാക്യം ഒരിക്കൽ കൂടി വായിക്കുന്നു. 23-ാം സങ്കീർത്തനം 6-ാം വാക്യം. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. നമ്മുടെ ചുറ്റുപാടുകളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറം ഔന്നത്യത്തിൽ കഴിയുന്നവരൊക്കെയാണ് ആത്മഹത്യയിലൂടെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത്. ഉയർന്ന ഉദ്യോഗവും പണവും പദവിയും പ്രശസ്തിയും ഒന്നുമില്ലാഞ്ഞിട്ടല്ല. പല കുടുംബങ്ങളും തകർന്നുകൊണ്ടിരിക്കുന്നതും നമ്മൾ കാണുകയല്ലേ നമ്മുടെ കണ്ണിന്. വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടാണോ? അറിവ് ഇല്ലാഞ്ഞിട്ടാണോ? അല്ല പ്രിയരെ, ദൈവത്തിന്റെ വചനം അതിനനുസരിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു കുടുംബവും ഒരു വ്യക്തിയും തകരുവാൻ ദൈവം സമ്മതിക്കില്ല. ഇത് ഞാൻ പറഞ്ഞതിന്റെ കാര്യം 23-ാം സങ്കീർത്തനത്തിലെ ഈ 6 വാക്യം പഠിക്കുന്ന ഏതൊരു വ്യക്തിയും അവരുടെ ജീവിതത്തിൽ നേരിടുന്നതും നേരിടുവാൻ പോകുന്നതുമായ ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും ധൈര്യത്തോടെ അതിനെ തരണം ചെയ്യുകയും ജയത്തിലൂടെ അവർക്ക് പിന്നെയും വഴി നടക്കുകയും ചെയ്യാൻ കഴിയും എന്നത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി വലിയ മുതൽ മുടക്കൊന്നും വേണ്ട. ഒറ്റ കാര്യം ചെയ്താൽ മതി. ദൈവത്തെ നമ്മുടെ സ്വന്തമായി, ദൈവത്തെ എല്ലാമായി, നമ്മുടെ ഉടമസ്ഥനും നടത്തിപ്പുകാരനും എല്ലാമായി, ഇടയനായി ഒക്കെ നമ്മൾ കൂടെ കൊണ്ടു നടന്നാൽ മാത്രം മതി. നമ്മൾ പലപ്പോഴും ദൈവം ഇടയനായി നമ്മോട് കൂടെ നടക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളും സ്വന്തം ഇഷ്ടങ്ങളും ദൈവത്തിന്റെ വഴിവിട്ടുള്ള ചിന്തകളും അനുഭവങ്ങളും ഒക്കെ ദൈവത്തിൽ നിന്നും നമ്മെ വാസ്തവമായി അകറ്റിക്കളയുകയാണ് ചെയ്യുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. എന്നാൽ ഇവിടെ നോക്കൂ, ദാവീദ് പറയുന്നത് ദൈവം എൻ്റെ ഇടയനായതുകൊണ്ട്, അല്ലെങ്കിൽ ദൈവത്തെ ഞാൻ എൻ്റെ ഇടയനായി അംഗീകരിച്ചതുകൊണ്ട് എനിക്ക് മുട്ടുണ്ടാവുകയില്ല. പച്ചപ്പുൽപ്പുറങ്ങളിൽ എന്നെ കിടത്തും, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തും. തുടർന്ന് താൻ പറയുന്നത് ഇങ്ങനെയാണ്, 3-ാം വാക്യം. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമനിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. ഇതൊന്നും പണം കൊണ്ട് നേടാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അറിവ് ലഭിച്ചതുകൊണ്ട് നേടാൻ കഴിയുന്നതല്ല. പ്രായത്തിനനുസരിച്ച് വന്നു ചേരുന്ന പരിചയങ്ങളിൽ നിന്നും ലഭിക്കുന്ന കാര്യവുമല്ല. മറിച്ച് ദൈവവുമായി വ്യക്തിബന്ധം സ്ഥാപിക്കുന്ന ഏതൊരാളിനും ദാവീദ് പാടുന്ന ഈ പാട്ട് അവരുടെ സ്വന്തം അനുഭവങ്ങളോട് ചേർത്ത് വെച്ച് പാടുവാൻ കഴിയും. തൻ്റെ രാജകീയ അധികാരം കൊണ്ടോ പദവി കൊണ്ടോ അല്ല, തിരുനാമനിമിത്തം, ദൈവത്തിന്റെ വചനത്താൽ, ദൈവത്തിന്റെ നാമത്താൽ. അതാണ് വാസ്തവത്തിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും ഉന്നതമായ പദവിയിലേക്കുള്ള നടത്തിപ്പിന്റെ കാരണം. അതെ, എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ദൈവമാ, കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവമാ. അത് നല്ലോണം ജീവിതത്തിൽ അനുഭവിച്ചയാളല്ലേ ദാവീദ്. ഒരാളുടെ അനുഭവത്തെ ഖണ്ഡിക്കാൻ ഏതൊരു മനുഷ്യനാ കഴിയുന്നത്? അതെ, ഒരാളിന്റെ അനുഭവം പറയുമ്പോൾ നമ്മൾ തലകുലിക്ക് സമ്മതിച്ചേ പറ്റൂ. ഇവിടെയും ദാവീദ് പറയുന്നത് തന്റെ അനുഭവത്തോട് ചേർത്ത് വെച്ചാണ്. താൻ മിടുക്കനായതുകൊണ്ടോ സാമർഥ്യമുള്ളവനായതുകൊണ്ടോ തൻ്റെ സഹോദരന്മാരെക്കാൾ ശ്രേഷ്ഠനായതുകൊണ്ടോ ഒന്നുമല്ല. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു എന്ന് ദാവീദ് പാടുമ്പോൾ താൻ അർത്ഥമാക്കിയത് എല്ലാം നമുക്ക് മനസ്സിലാകില്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ നേരിട്ട നിരാശയും നിരുത്സാഹവും ഉത്കണ്ഠയും പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു പോയ ജീവിതാനുഭവങ്ങളും, എന്നാൽ അങ്ങനെയുള്ള എല്ലാ അനുഭവങ്ങളിൽ നിന്നും ദൈവം തന്നെ വിടുവിച്ച വിധങ്ങളും ഒക്കെയാണ് ഇതിനർത്ഥമാക്കുന്നത്. തൻ്റെ കഷ്ടകാല അനുഭവങ്ങളിൽ ഉന്നതന്മാരാരും തന്നോടുകൂടെ ഇല്ലായിരുന്നു. ദുല്ലാം ഗുഹയിൽ താൻ കയറി ഒളിച്ചിരുന്നപ്പോൾ നിരാശനും തകർന്നവനുമായിരുന്നു താൻ. തൻ്റെ കൂടെ ഉള്ളത് ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ, ഇങ്ങനെയുള്ളവരൊക്കെയാണ്. തന്നെ പോലെ ജീവിതത്തിൽ ഞെരുക്കം അനുഭവിക്കുന്നവരെ കൂടെ നിർത്തിയപ്പോൾ തനിക്ക് തന്നെ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു എന്നത് നിഷേധിക്കാൻ പറ്റുമോ? ക്ലാഗിൽ വെച്ച് തൻ്റെയും തൻ്റെ കൂടെയുള്ളവരുടെയും സകലതും നഷ്ടപ്പെട്ടു. താനും തൻ്റെ കൂടെയുള്ള ജനവും ബലമില്ലാതാകുവോളും കരഞ്ഞു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ സങ്കടങ്ങളുടെയും മധ്യത്തിൽ ദാവീദ് ചെയ്ത ഒരു കാര്യമുണ്ട്. താൻ യഹോവയിൽ ധൈര്യപ്പെട്ടു. തന്നെയുമല്ല, നഷ്ടപ്പെട്ടതെല്ലാം മടക്കി കിട്ടുവാൻ ദൈവം അവൻ അവസരമുണ്ടാക്കി കൊടുത്തു.
കുറിച്ച് ഇങ്ങനെയാണ് വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദാവീദ് എല്ലാം മടക്കി കൊണ്ടുപോകുന്നു. ഇന്ന് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും നിലയിലുള്ള പരാജയം നേരിടുന്നെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാന ദിവസമല്ല, അവസാന അനുഭവമല്ല. പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയം വെച്ച് ുമെങ്കിൽ നിങ്ങൾക്കും പാടുവാൻ കഴിയും, എന്റെ പ്രാണനെ തണുപ്പിക്കുന്ന ഒരു ദൈവം എന്നോട് കൂടെയുണ്ട്. തന്നെയുമല്ല, അവൻ എന്നെ നീതിപാതകളിൽ നടത്തുക തന്നെ ചെയ്യും. പ്രിയരെ, അതുകൊണ്ട് ദൈവത്തിനായി കാത്തിരിക്കുക, ദൈവത്തോട് ചേർന്ന് നടക്കുക. യഹോവ എന്നും നമ്മുടെ ഇടയനായിരിക്കട്ടെ. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയ മക്കൾക്കാട്ടും സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അങ്ങ് ഞങ്ങളുടെ ഇടയനായി കൂടെയിരുന്ന് ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.